കഴിഞ്ഞ വർഷം റിലീസായ ബാറ്റ്മാൻ്റെ കോമിക്സിൻ്റെ ഇഷ്യൂ 1 ആണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു കോമിക്സിൽ ബാറ്റ്മാൻ്റെ സൂട്ടൊക്കെ ചെറിയ രീതിയിൽ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബാറ്റ്മാൻ്റെ മാസ്കിൽ ബ്ലൂ കളറൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മഴയില്ല, വെപ്പാടൻ കമ്മീഷണർ. ചൂട്, ഈർപ്പം, ഇടിവെട്ട് എല്ലാം ഉണ്ട്. എന്നിട്ടും മഴ മാത്രം പെയ്യുന്നില്ല. ഈ ദിവസങ്ങളിൽ ഓഫീസർ ഗോർഡൻ ഇത്തിരി കടുപ്പം തന്നെ. പിന്നെ ഓഫീസർ എസ്പിനോസ എന്ന് ജിമ്മെന്ന് വിളിച്ചാൽ മതി. പഴയ ശീലാണ് സാർ. ഓ ജിം. ഈ ചൂടില് കോഫി കുടിക്കാൻ താല്പര്യമുണ്ടോ? കോഫി കുടിക്കാതെ ഒരു ബീറ്റ് കോപ്പ് ആയിരിക്കാൻ കഴിയില്ല എസി. ഈ ജോലിയുടെ ഏറ്റവും ബെസ്റ്റ് പാർട്ട് അതാണ്. പിന്നെ ഒരിക്കലും മടുപ്പില്ലാത്ത ഒരു നിമിഷം പോലും. ഓ മൈ ഗോഡ്. ഇത് ഈസിയാണ്, നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. ഓക്കേ, വിളിക്കാം. ദാറ്റ്സ് റൈറ്റ്. ഈ ടൗണില് പോലീസായി ജോലി ചെയ്യാൻ അധികം ആർക്കും സാധിക്കാറില്ല. അത് നിനക്ക് വഴിയെ മനസ്സിലാവും. ലോവർ വെസ്റ്റ് സൈഡ്, ആർക്കം ടവേഴ്സ്. ആൾവേസ് കോൾ ഫോർ ബാക്കപ്പ്. സത്യം പറഞ്ഞാൽ എനിക്കിത് മടുത്തു തുടങ്ങി. ബാറ്റ്മാൻ, നിങ്ങളെപ്പോലെ ഞങ്ങളും അമ്പരപ്പിലാണ്. വെയ്ലൻ ജോൺസ് ട്രീറ്റ്മെന്റിനായി സ്വയം വന്നതാണ്. അയാൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ നിന്ന് പോവാൻ കഴിയുമായിരുന്നു. ഈ കണ്ടെയ്ൻമെന്റ് യൂണിറ്റ് നിർമ്മിച്ചതുപോലും ഒരു ബോംബ് ബ്ലാസ്റ്റിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള രീതിയിലാണ്. നിങ്ങളിവിടെ പുതിയ ആളാണ് ഡോക്ടർ. വെയ്ലൻ ജോൺസ് എന്ന വ്യക്തി ഇല്ലാതായിട്ട് കാലം കുറയായി. ഇപ്പോൾ അയാൾ വെറും കില്ലർ ക്രോക്ക് മാത്രമാണ്. എൻ്റെ മനസ്സിൽ ഞാൻ അവരെ രണ്ട് പേഴ്സണാലിറ്റി ആയിട്ട് കാണാനാണ് ശ്രമിക്കാറുള്ളത്. അങ്ങനെ ചിന്തിക്കുന്നതാണ് എനിക്ക് എളുപ്പം. അവർ നിങ്ങളെ ഡിസപ്പോയിന്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ പറയാം. വെയ്ലൻ ജോൺസൺ നിങ്ങൾക്കൊരു സൂപ്പർ വില്ലൻ ആയിരിക്കാം, പക്ഷേ എനിക്ക് അയാൾ ഒരു പേഷ്യൻ്റാണ്. അയാൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ബാറ്റ്മാൻ. അയാൾ തൻ്റെ തൊലി ഉരിഞ്ഞു കളയാൻ തുടങ്ങിയിരിക്കുന്നു. പക്ഷേ അത് പുറത്തെ സ്കിന്നിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഉള്ളും പുറവും ഒരുപോലെ മാറുന്നത് പോലെ അയാൾ സകലതും ഉപേക്ഷിക്കുകയാണ്. മനുഷ്യൻ ഒരിക്കലും മാറില്ല, ഒരിക്കലും പൂർണ്ണമായി മാറില്ല. അത് നിങ്ങൾ വെയിലിനോട് പറയും. അജ്ഞാതമായ ചില മോർഫറ്റോസിൻസ് കാരണം അയാളിപ്പോൾ എങ്ങനെയൊക്കെ മാറുമെന്ന് പറയാൻ കഴിയില്ല. അയാൾ ഒരു കൊച്ചുകുട്ടിയെ പോലെ ശാന്തരാവുകയാണ്. പക്ഷേ പെട്ടെന്ന് പിന്നീട് രൂപമാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, മനുഷ്യരെ കൊല്ലാൻ മടിയില്ലാത്ത ആ മോൺസ്റ്റർ ബേബിക്ക് പുറത്തുപോയി കളിക്കണമെന്ന് തോന്നി. അയാളിൽ വലിയ വയലൻസ് ഒക്കെ ഉണ്ടാവാം, പക്ഷെ അയാളിൽ വലിയ സ്നേഹവും കരുണയും ജിജ്ഞാസയും ഒക്കെ ഉണ്ട്. അയാൾക്ക് അത്ഭുതങ്ങൾ തോന്നാറുണ്ട്, പക്ഷെ ഇപ്പോൾ അയാൾ ഭയന്നിരിക്കുകയാണ്. ട്രോമ ഈ മാറ്റങ്ങളോട് നമ്മുടെ മനസ്സ് എങ്ങനെ പ്രതികരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള കഴിവിനെ ഭയമില്ലാതാക്കുന്നു. അയാളെ പഴയ നിലയിലാക്കാൻ ട്രസ്റ്റും കെയറും ടൈമും ആവശ്യമാണ്. നമുക്കിപ്പോൾ ഇല്ലാത്ത ഒരേ ഒരു കാര്യം ആ ടൈം തന്നെയാണ്. ഡോക്ടർ സില്ലർ, നിങ്ങൾ പോലീസിനെ വിളിച്ചോ? ഞാനിവിടെ പുതിയതായിരിക്കും ബാറ്റ്മാൻ, പക്ഷെ ഞാനൊരു ഇഡിയറ്റ് അല്ല. ഞാൻ ആദ്യം വിളിച്ചത് നിങ്ങളെയാണ്. പോലീസ് വരുമ്പോൾ അവരൊന്ന് പിടിച്ചു നിർത്തണം. ഞാൻ കണ്ടെത്തുന്നതിന് മുമ്പ് കോക്കിനെ അവർ കണ്ടാൽ അവർ അയാളെ വെടിവെച്ച് കൊല്ലും. അതുവരെ നിങ്ങളുടെ ഈ പേഷ്യന്റിനെ കണ്ടെത്താൻ ഞാൻ പരമാവധി ശ്രമിക്കാം. ഓൾഡ് ടൗൺ, ഗോതം സിറ്റി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ്. ലിസൺ, ഗോതമിലെ മിടുക്കന്മാരായ പോലീസുകാരെന്ന് സ്വയം വിളിക്കുന്നവരെ, നിങ്ങളുടെ നഗരത്തിലെ സാന്നിധ്യം ശക്തമാക്കാൻ വേണ്ടി സ്വകാര്യ സെക്യൂരിറ്റി മേഖലയിൽ നിന്നുള്ള ഒരു പുതിയ സ്ക്വാഡിനെ ഞാൻ അവതരിപ്പിക്കാൻ പോവുകയാണ്. ടാക്ടിക്കൽ അർബൻ കോമ്പാക്ട് ഓഫീസേഴ്സ്. ഇന്ന് രാത്രി രക്ഷപ്പെട്ട കുറ്റവാളികളെ പിടികൂടുന്നതുപോലെയുള്ള അതിതീവ്രമായ സുരക്ഷാ ദൗത്യങ്ങൾ നടപ്പിലാക്കാൻ ഇവർക്ക് പ്രത്യേക ട്രെയിനിങ് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ തെരുവുകളിൽ നിയമവും സമാധാനവും തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങളെ സഹായിക്കാൻ ഇവർക്കെല്ലാ അധികാരങ്ങളും നൽകിയിരിക്കുന്നു. എന്ത് വില കൊടുത്തും ഏതു മാർഗം ഉപയോഗിച്ചും അത് നടപ്പിലാക്കിയിരിക്കണം. ഏതു മാർഗവും. കുറ്റകൃത്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ നിങ്ങൾ
TUC ബാക്കപ്പിനായി റേഡിയോയിൽ അറിയിക്കണം. നിങ്ങൾ നേരിട്ട് ഏറ്റുമുട്ടാൻ പാടില്ല. നിരീക്ഷിക്കുക, റിപ്പോർട്ട് ചെയ്യുക. കാര്യങ്ങൾ ഉടൻ പരിഹരിക്കാൻ അവർ തീരുമാനിക്കും. കമ്മീഷണർ സാവേജ്, പക്ഷെ നമ്മൾ അയാളെ കണ്ടാൽ എന്തു ചെയ്യണം? അയാളുടെ സമയം വരും. ഗോതമിന്റെ നിയമത്തിന് മുന്നിൽ ബാറ്റ്മാൻ അധികകാലം ഓടി രക്ഷപ്പെടാൻ കഴിയില്ല. ഇന്ന് വൈകുന്നേരം മുതൽ നിങ്ങൾ കുറച്ചധികം മൂടിയാണല്ലോ മാസ്റ്റർ ബ്രൂസ്. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഒരു തോന്നലിൻ്റെ പുറത്ത് പോകുന്നു. എപ്പോഴത്തെയും പോലെയും ചുരുങ്ങിയ വാക്കുകളിൽ മറുപടി തന്നു. നന്നായിട്ടുണ്ട് സാർ. ഒന്നെങ്കിൽ ആ ഡോക്ടർ പറഞ്ഞത് ശരിയാകണം, അല്ലെങ്കിൽ ഞാൻ. മനുഷ്യർക്ക് മാറാൻ കഴിയുമോ ഇല്ലയോ എന്ന ചോദ്യമാണ് ഇവിടെ. അതിൽ ഏത് ശരിയാവുന്നതാണ് സാർ ഏറ്റവും അപകടകരമാവുന്നത്? എല്ലാ പോലീസ് വണ്ടികളും ശ്രദ്ധിക്കുക. റോബിൻസൺ പാർക്കിന്റെ വടക്കേയറ്റത്ത് 10:31 റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ ഒരു റേഡിയോ സന്ദേശമാണ് വന്നത്. ഇവിടെ ഒരു ക്രൈം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി ബാക്കി അവിടെ വെച്ച് കാണാം. പിന്നെ കുറേ ആളുകൾ കൂട്ടം ചേർന്ന് 2 പെൺകുട്ടികളെ ശല്യം ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. പിന്നെ അവിടേക്ക് ബാറ്റ്മാൻ പറന്നെത്തുകയും അവിടെ വലിയൊരു ഫൈറ്റും നടക്കുന്നുണ്ട്. ഈ ക്രിമിനലുകൾ റോബിൻസൺ പാർക്ക് അവരുടെ ഹണ്ടിങ് ഗ്രൗണ്ടാക്കി മാറ്റിയിട്ടുണ്ട്. പോലീസ് ഇതിനെ സീരിയസ് ആയി കാണുന്നില്ല. പക്ഷേ എനിക്ക് അതിനോട് യോജിക്കാൻ കഴിയുന്നില്ല. നിങ്ങളെ സഹായിക്കാൻ കുറച്ചും കൂടി നേരത്തെ വരാൻ കഴിയാത്തതിന് എനിക്ക് വിഷമമുണ്ട്. നിങ്ങൾക്ക് 2 പേർക്കും മാനസികമായ പിന്തുണയും മെഡിക്കൽ കെയറും ആവശ്യമാണ്. മാഡം, ഒരു നിമിഷം അനങ്ങാതെ നിൽക്കൂ. What is it? Don't touch me. ലിസൺ, മോർഫോ മിനിലവാസ്, ഒരു തരം ചിത്രശലഭം. ഇവൾ തൻ്റെ സ്ഥലത്തു നിന്ന് ഒരുപാട് ദൂരെയാണല്ലോ എത്തിയിരിക്കുന്നത്. വെയിറ്റ്, നിങ്ങൾ ഞങ്ങളെ ഇവിടെ ഒറ്റയ്ക്കാക്കി പോവുകയാണോ? 3 മിനിറ്റിനുള്ളിൽ ആംബുലൻസ് ഇവിടെ എത്തും. അതുവരെ ബാറ്റ് മൊബൈൽ, സ്റ്റേ ടുഗദർ. VOCOM, Vocal ID Lock, Command Autonomous Operation. ആൻഡ് സ്റ്റേ ഇൻ ദ ലൈറ്റ്. ഓ ഡിയർ, അവൻ ഇവിടെയുണ്ട്. Spectrolens, Light Filtering and Distribution, Full Spectrum Scanning. ഈ രക്തപ്പാടുകൾ എക്സിബിറ്റ് ഹാളിലേക്കാണ് പോകുന്നത്. ഇറ്റ്സ് ക്രോക്ക്. നിങ്ങൾ ശരിക്കും ഒരു മിടുക്കൻ ഡിറ്റക്റ്റീവ് തന്നെയാണ് സാർ. ആൽഫ്രഡ്, നിങ്ങളുടെ തമാശ കൂടുന്നുണ്ട്. ആരെങ്കിലും ഉണ്ടോ? ഹലോ, എനിക്ക് സഹായം വേണം. എൻ്റെ കൂടെ 2 സിവിലിയൻസും ഉണ്ട്. അയാൾ ഇവിടെയുണ്ട്. അയാളിവിടെ ഇരിക്കുന്നുണ്ട്. എനിക്കെന്ത് ചെയ്യണമെന്നറിയില്ല. ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ആരെങ്കിലും എന്നെ സഹായിക്കാമോ? ശബ്ദമുണ്ടാക്കരുത്. നിങ്ങളുടെ കയ്യിലെ തോക്ക് ആ കുട്ടിയെ ഭയപ്പെടുത്തുകയാണ്. അത് ക്രോക്കിനെ കൂടുതൽ മേടാക്കും. ഇപ്പോൾ വേഗം ഈ സിവിലിയൻസിനെ ഇവിടെ നിന്ന് മാറ്റൂ. ആർക്കം ടവേഴ്സിലെ ഡോക്ടർ സെല്ലറെ കോണ്ടാക്ട് ചെയ്യൂ. ഒരു കാരണവശാലും പോലീസിനെ വിളിക്കരുത്. ബാറ്റ്മാൻ തൻ്റെ ഇലക്ട്രിക് ഗ്ലൗസുകൾ ചാർജ് ചെയ്ത് കില്ലർ ക്രോക്കിനെ ആക്രമിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. ക്രോക്ക് ഭീകരമായി അലർന്നുണ്ടെങ്കിലും അവൻ്റെ ഉള്ളിൽ ഭയമാണ്. പക്ഷെ ബാറ്റ്മാൻ അടിക്കാൻ ഒരുങ്ങുന്നതിന് മുമ്പ് ക്രോക്ക് വളരെ പതുക്കെ സംസാരിക്കുന്നു. നീ ബാഡാണ്, അതുകൊണ്ട് ഇവിടെ നിന്ന് പോ. ഒരു കൊലയാളിയായ മോൺസ്റ്ററിൽ നിന്നും ബാറ്റ്മാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത വാക്കുകളായിരുന്നു അത്. ഈ സമയം ആൽഫ്രഡ് എല്ലാം ദൂരെ നിന്ന് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഡോക്ടർ സെല്ലർ പറഞ്ഞത് ശരിയാണെന്ന് ആൽഫ്രഡിന് മനസ്സിലാകുന്നു. അദ്ദേഹം ബാറ്റ്മാനോട് പറയുന്നു, ചില ജീവികൾക്ക് മാറ്റം സംഭവിക്കാറുണ്ട് മാസ്റ്റർ ബ്രൂസ്. വെയ്ലാൻ ഇപ്പോൾ ഒരു കൊച്ചുകുട്ടിയെ പോലെയാണ്. പേടിച്ചു വിറച്ച് ഈ ലോകം മനസ്സിലാകാൻ കഴിയാത്ത ഒരു കുട്ടി. ബാറ്റ്മാൻ അനാഥനായ ആ നിമിഷങ്ങളെ ആൽഫ്രഡ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. ബാറ്റ്മാൻ മാസ്ക് അഴിച്ചു മാറ്റി ബ്രൂസ് വെയിനായി വെയിലിൻ്റെ അടുത്ത് ചെന്നിരിക്കുന്നു. മ്യൂസിയത്തിലെ വലിയ ഡൈനോസർ അസ്ഥികൂടത്തെ നോക്കി ബ്രൂസ് പറയുന്നു, എൻ്റെ വീട്ടിലും ഇതുപോലെ ഒന്നുണ്ടായിരുന്നു. അതിനെ ബിഗ് ഹൗസ് എന്ന് വിളിക്കും. പെട്ടെന്ന് ഡോക്ടർ സെല്ലറും സംഘവും അവിടെ എത്തുന്നു. അവർ ചെറിയ പച്ച ഡൈനോസർ കളിപ്പാട്ടം വെയിലിന് നൽകുന്നു. നമുക്ക് വീട്ടിൽ പോകാം വെയിലൻ, ഞാൻ നിന്നെ സഹായിക്കാം. അവൻ ആ കളിപ്പാട്ടം പിടിച്ച് ശാന്തനായി അവരുടെ കൂടെ പോകുന്നു.
പോകുന്ന വഴിയിൽ അവൻ ബാറ്റ്മാനോട് ചോദിക്കുന്നു. നിന്നെ ആര് സഹായിക്കും? അതിന് ബാറ്റ്മാൻ നൽകുന്ന മറുപടി. എൻ്റെ തലയ്ക്ക് കുഴപ്പമൊന്നുമില്ല വെയിലൻ, എനിക്ക് ആരുടെയും സഹായം വേണ്ട. വെയിലൻ്റെ കയ്യിലുള്ള ആ ഡൈനോസർ കളിപ്പാട്ടം വെയിലൻ ബാറ്റ്മാന് കൊടുക്കുന്നു. ഒടുവിൽ ബാറ്റ് മൊബൈലും ബ്രൂസും ആൽഫ്രഡും അടങ്ങുന്നു. ബ്രൂസ് ആ ഡൈനോസർ കളിപ്പാട്ടം തൻ്റെ ട്രോഫിയായി സൂക്ഷിക്കുന്നു. അവിടെ നൈറ്റ് വിങ് അയാളെ കാത്തു നിൽപ്പുണ്ട്. പോലീസ് റേഡിയോ ഫ്രീക്വൻസിയിൽ ഇപ്പോഴും ബാറ്റ്മാനെ പിടികൂടുന്നതിനുള്ള അനൗൺസ്മെൻറ്റുകൾ നടക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കോമിക്സ് ഇവിടെ അവസാനിക്കുകയാണ്. സൂപ്പർമാൻ്റെ ഒക്കെ ചെറിയ ചെറിയ കോമിക്സുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു കോമിക്സ് ഏകദേശം ഇഷ്യൂ 3 വരെ ഇറക്കിയിട്ടുണ്ട്. അതിൽ ഇഷ്യൂ 1 ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും അടുത്ത കോമിക്സ് അല്ലെങ്കിൽ ആനിമേറ്റഡ് സീരീസ് സിനിമകളുടെ എക്സ്പ്ലനേഷൻ വീഡിയോയുമായി നമുക്ക് ഉടനെ തന്നെ കാണാം.